ഓണത്തിനൊക്കെ ഹൈലൈറ്റ് ആയിട്ടുള്ള ശർക്കര ഉപ്പേരി ഇല്ലേ? പലർക്കും പല കംപ്ലൈന്റ്, ക്രിസ്പി ആയി കിട്ടുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ അതിനൊക്കെ ഉള്ളത് പോംവഴിയായിട്ടാട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. കുറച്ച് അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ, എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ശർക്കര ഉപ്പേരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ കറ കളയാനായിട്ട് വെള്ളത്തിലൊന്ന് മുക്കി വെച്ചോളൂ കേട്ടോ. എന്നിട്ട് അധികം കനയില്ലാതെയാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത്. ഒരേ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പും മഞ്ഞൾ ചേർത്ത് വെള്ളത്തിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചോളൂ. ഇനി ഇതിൽ കറയെല്ലാം കളയുന്നത് വരെ നമുക്കിത് കഴുകിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളയാൻ വേണ്ടി കുറച്ചധികം നേരം സമയമെടുക്കണം കേട്ടോ. ഇനി അരി വറുത്തെടുക്കാനുണ്ട്. അരി വറുത്തെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തോളൂ. നല്ല ജീരകം, ചുക്കിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു 20-25 മിനിറ്റ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കായ ചൂട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി ശർക്കര പാനി തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം നല്ലവണ്ണം വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ ചുക്കിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, പല തവണകളായി ഒന്ന് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം. പെർഫെക്റ്റ് ആയിട്ടുള്ള